എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 46-ൻ്റെ റിവ്യൂ ആണ്. ഒരു എപ്പിസോഡ് മുഴുവനും ഷാനവാസ്. എനിക്ക് തോന്നുന്നു ഈ സീസൺ 7 തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു എപ്പിസോഡ് മുഴുവനും കൊണ്ടുപോകുന്നത് ഇതാദ്യമായിട്ടാണോ എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് മുഴുവനും ഷാനവാസ് തൂത്തുവാരി എന്ന് പറയാം. അതേപോലെ ഈ റിയാസ് മാതിലെ നെവിനും കൂടെ വെറുപ്പിച്ച് കയ്യിൽ തന്നു. റിയാസ് വന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഈ റിയാസ് വന്നതിന് ശേഷം മാതിലേക്കും നെവിനും കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. അത് രണ്ടിനും നാശത്തിനാണ്. അതിലെനിക്ക് തോന്നുന്നു ആദിലയാണ് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. കാരണം പല വിഷയങ്ങളിലും ആദില ഈ ഒളിഞ്ഞും തെളിഞ്ഞും എടുത്തുകൊണ്ടിരുന്ന ഡബിൾ സ്റ്റാൻഡ് ഇന്നലെ നല്ല വൃത്തിയായിട്ട് പുറത്തേക്ക് വന്നു. ഈ ഷാനവാസിൻ്റെയും നെവിൻ്റെയും വിഷയത്തിൽ ഷാനവാസ് ആദിലേൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണവും ആദില തന്നെയാണ്. കാരണം അന്ന് രാവിലെ നടന്നിട്ടുള്ള ഈ നെവിനും ഷാനവാസും തമ്മിലുള്ള ആ വഴക്കിനിടയ്ക്ക് ആദില കയറി അതിലിടപെടുന്നു. ആദില നെവിൻ്റെ അടുത്ത് പറയുന്നു, നീ ഇവിടെ പല വൃത്തികെട്ട കാർഡും ഇറക്കിയിട്ടല്ലേ നിൽക്കുന്നത്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ നാറുമെന്ന് പറയുന്നു. അപ്പോൾ നെവിൻ തിരിച്ചിട്ട് വെല്ലുവിളിക്കുന്നു, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്തതാണ്, ഞാൻ എന്ത് വൃത്തികെട്ട കാർഡാണ് ഇവിടെ കളിക്കണേ എന്നുള്ളത് എനിക്കറിയണം, ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ഞാനിത് നിന്നെ കൊണ്ട് പറയിപ്പിക്കും. കാരണം നിങ്ങളെ ലക്ഷ്മി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിലൊരു മാനക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കും അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നെവിൻ ആദിലേനെ വെല്ലുവിളിച്ച സമയത്ത് ആദിൽ എന്ത് ചെയ്തു, ഷാനവാസിനെ വിളിച്ച് ഇങ്ങനെ പുറത്ത് പോയിരുന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെ കാണിച്ചു, ഇത്തരത്തിൽ വൃത്തികേട് കാണിച്ചു എന്ന് തന്നെ പറയണമെന്നും പറഞ്ഞ് ഷാനവാസിൻ്റെ അടുത്ത് ഈ വിഷയം, അതുവരെ ഷാനവാസ് ആ വിഷയം അവിടെ ഉന്നയിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉന്നയിക്കാനായിട്ട് ഷാനവാസ് ഉദ്ദേശിച്ചിട്ടുമില്ല. ഇപ്പം നെവിനോട് ഷാനവാസിനൊരു ഇഷ്ടക്കേടുണ്ട്. അത് നെവിൻ രണ്ടാമത് വന്നതിന് ശേഷം ഷാനവാസ് പ്രകടമായിട്ട് തന്നെ പല സമയങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു വിഷയം അങ്ങനെ ഒരു നോമിനേഷനിൽ വന്നതെന്ന് പറയാനൊന്നും ഷാനവാസ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആദിലയാണ് പുറത്ത് പോയിരുന്നിട്ട് ഷാനവാസിനോട് ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ പറഞ്ഞു തുടങ്ങുകയും ഷാനവാസിലേക്ക് ഇത് ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെ വൃത്തികേട് കാണിച്ചു എന്ന് തന്നെ പറയണം. അത് ചിലപ്പോൾ ഓപ്പൺ നോമിനേഷൻ ആണെന്ന് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നോമിനേഷൻ്റെ സമയത്ത് ഇത് പറയണം എന്ന് പിന്നെ ആദിലയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ആദില എന്ത് ചെയ്തു, ഓപ്പൺ നോമിനേഷൻ വന്ന സമയത്ത് ആദിലയ്ക്കാണ് ഫസ്റ്റ് പോയിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത്. ഈ ആദിലയാണ് പ്രവീണിനെ കോട്ട് ചെയ്തിട്ട്, അവിടെ ഇല്ലാതിരുന്ന പ്രവീണിനെ കോട്ട് ചെയ്തിട്ടും ഷാനവാസിനെ കോട്ട് ചെയ്തിട്ടും ഈ വിഷയം അവിടെ ആദ്യം പറയുന്നത്. ആദില അവിടെ വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇത് അവിടെ വന്ന് ഇതുപോലെ പറയേണ്ട ഒരു നിർബന്ധിത അവസ്ഥ ഉണ്ടായി. കാരണം ആദില നോമിനേറ്റ് ചെയ്ത് ഈ വിഷയം പറഞ്ഞ് പോയതിന് ശേഷം രണ്ടാമത് റെനേനെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നത്. അപ്പോൾ റെന അവിടെ പറഞ്ഞ കാര്യം എന്താ, റെന ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യം, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് സ്വന്തമായിട്ട് വന്നതെന്ന് പറയാൻ പോലും ഷാനവാസിന് ധൈര്യമില്ല, അതും ആദിലേനെ കൊണ്ടാണ് പറയിപ്പിച്ചത്, അതിൻ്റെ പേരിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ ഷാനവാസ് ആ വിഷയം അവിടെ പറഞ്ഞാലും ഇല്ലെങ്കിലും ആദില ഈ വിഷയം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഷാനവാസിനോടൊരു നിർബന്ധിതാവസ്ഥയുണ്ട്. അത് ഓപ്പൺ നോമിനേഷനിൽ പറഞ്ഞില്ലെങ്കിലും ആ വിഷയം അവിടെ ഉള്ള ആൾക്കാർ അത് ഏറ്റെടുക്കുകയും ചെയ്യും. ഷാനവാസിന് ഇതിന് ഉത്തരം പറയേണ്ട, അല്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ആവശ്യകത, അല്ലെങ്കിൽ ഒരു നിർബന്ധിതാവസ്ഥ ആദിലയായിട്ടാണ് അവിടെ ഉണ്ടാക്കിയത്. അവിടെ ഇല്ലാതിരുന്ന പ്രവീണിനെ വരെ കോട്ട് ചെയ്ത് ഈ നെവിനെ അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ട് ഇന്നലത്തെ ഒരു ലൈവും എപ്പിസോഡൊക്കെ കാണുമ്പോഴേ ആദിലെ അങ്ങ് വളരെ മാന്യമായിട്ട് ഞാൻ പോയിട്ട് സോറി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിസ്സാരമായിട്ട് ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞു പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഷാനവാസ് പെടുന്നുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ട് തന്നെ ഉത്തരവാദിത്തം ആദിലയ്ക്കും ഉണ്ട്. ഇനി റിയാസ് സലീമിൻ്റെ ഗെയിം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിയാസിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, റിയാസിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതിപ്പോൾ ഇനി നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവർ ആ വെറുപ്പോട് കൂടി തന്നെ റിയാസ് അവരോട് പെരുമാറത്തുള്ളൂ. ആ ഇഷ്ടക്കേട് തന്നെ റിയാസ് അവിടെ കാണിക്കുള്ളൂ. റിയാസിന് ഇഷ്ടമുള്ള ആൾക്കാർ ഇനിയിപ്പോൾ അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, അവരിനി എന്ത് മോശം വിളിച്ചാലും എന്ത് ചീത്ത വാക്ക് വിളിച്ചാലും റിയാസിന് അതിട്ടൊരു പ്രശ്നവും ഇല്ല. അപ്പം റിയാസിൻ്റെ ആ ഒരു ഫേവററ്റിസം ഇന്നലത്തെ ആ ഒരു ലൈവിലും എപ്പിസോഡിലും വളരെ പ്രകടമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വെറുപ്പ്, ഇപ്പോൾ റിയാസ് അവിടെ ഗസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ, അപ്പോൾ ആ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള റിയാസിന് വേണമെങ്കിൽ തൊഴിലാളികളെ പ്രൊവോക്ക് ചെയ്യാം. അതിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെ, വാശി തീർക്കുന്നത് പോലെ ഒരാളോട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. റിയാസ് ചെയ്തിട്ടുള്ളതും അതുതന്നെയാണ്. റിയാസിന് ഇഷ്ടമുള്ള ആൾക്കാരെ റിയാസ് ചേർത്ത് പിടിച്ച് അവരെ ഉപദേശിച്ച് അവരുടെ ആ ഗെയിമും നശിപ്പിച്ച് കൊളാക്കി ഓവർ കോൺഫിഡൻസും കൊടുത്തിട്ട് റിയാസ് പോയി. അതുപോലെ തന്നെ ആ വെറുപ്പുള്ള ആൾക്കാരോട് അത് അതേപോലെ തന്നെ അവിടെ പ്രകടിപ്പിച്ചിട്ടും റിയാസ് പോയിട്ടുണ്ട്. ഇനി എപ്പിസോഡിലേക്ക് വന്നാൽ, വെളുപ്പിന് 5 മണിക്ക് പാട്ടൊക്കെ ഇട്ട് ബിഗ് ബോസ് എല്ലാവരും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അനീഷ് ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റി ബിഗ് ബോസ് നേരെ ഒന്നും വെളുത്തിട്ടില്ലല്ലോ എന്ന്.
അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ഒരു മാറ്റമൊക്കെ വേണ്ടേ, എല്ലാവരും പെട്ടെന്ന് തന്നെ ടാസ്കിന് വേണ്ടിയിട്ട് റെഡിയാവാൻ പറയുന്നു. അതിനുശേഷം കിച്ചൺ ഏരിയയിൽ റിയാസും അനീഷും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ റിയാസ് പറയുന്നു, ഞാനൊരു എൻറ്റയർ സീസൺ ഈ വീട്ടിൽ നിന്നിട്ടുണ്ട്, പക്ഷേ കിച്ചൺ ഇത്രയും മോശം അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അനീഷ് പറയുന്നു, സാറ് പോയി വിശ്രമിച്ചോളൂ, ഞങ്ങളത് ക്ലീൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ റിയാസ് പറയുന്നു, അല്ല ഞാൻ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കാമെന്ന്. അനീഷ് പറയുന്നു, അങ്ങനെയല്ല സാറ് പോയിട്ട് വിശ്രമിച്ചോളൂ, ഞങ്ങളത് വൃത്തിയാക്കാൻ നിന്നോളാം എന്ന് പറയുന്നു. എന്നിട്ട് റിയാസ് പോയിട്ട് ലക്ഷ്മീൻ്റെ അടുത്ത് ഇത് കംപ്ലയിൻറ്റ് പറയുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നു, ഞാനൊരു മാനേജറായിട്ട് ഉള്ളൊരു ടാസ്കിൻ്റെ ഇതിലല്ല പറയുന്നത്, പക്ഷേ ഇന്നലെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വെസൽ ടീമിനോട് പറഞ്ഞിരുന്നതാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട്, പക്ഷേ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ റിയാസ് ചോദിക്കുന്നു, ഞാൻ ഇന്നലെ ഒരു ഗസ്റ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കിയതല്ലാതെ എന്താണ് ഇത്രയും വൃത്തികേടാവാനായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലൊരു കോർഡിനേഷനും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ വെസൽ ടീമിൻ്റെ കാര്യം ഈ ടാസ്ക് തുടങ്ങിയ സമയം മുതലേ അതൊരു പ്രശ്നമാണ്. എന്നിട്ടും ഈ മൂന്നാമത്തെ ദിവസം ആയ സമയത്ത് പോലും അവർക്കത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് ഈ വെസൽ ടീം, അതായത് ശരിക്കും അവിടെ തിരഞ്ഞെടുത്തിട്ടുള്ള വെസൽ ടീമിന് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ച് സംസാരിച്ചിട്ട് ഒരു പരിഹാരം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ സീസണിലെ മത്സരാർത്ഥികളുടെ ഒരു പ്രത്യേകത. പിന്നീട് കാണിക്കുന്നത് റിയാസ് അനീഷിൻ്റെ അടുത്ത് ഈ വീട്ടിൽ നടക്കുന്ന കുറച്ച് മെയിൻ ഗോസിപ്സ് പറയാനായിട്ട് പറയാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു, അപ്പുറത്തെ ബെഡിലാണ് മാനേജർ കിടക്കുന്നത്, ആ മാനേജർക്ക് ഒരു പാവയുണ്ട്, അതിൻ്റെ പേരാണ് പ്ലാച്ചി. ഞാൻ ഇപ്പുറത്തെ ബെഡിൽ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ പ്ലിങ്കു എന്ന് വിളിക്കും. മാനേജറുടെ പ്ലാച്ചി എൻ്റെ പ്ലിങ്കു. ആ പ്ലാച്ചീനെ ആരോ എടുത്ത് ഇവിടെ കെട്ടിത്തൂക്കിയിട്ടു എന്ന് പറയുമ്പോഴത്തേക്കിന് റിയാസ് പറയും, ഞാനിവിടെ ഗോസിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ആദില അനീഷിൻ്റെ അടുത്ത് പറയുന്നു, തന്നോട് റിയാലിറ്റി പറയാനല്ല ഗോസിപ്പ് പറയാനാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, ഗോസിപ്പല്ല, പക്ഷേ ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇവിടെ ഒരു മെഡിക്കൽ ഓഫീസറുണ്ട് നെവിൻ കൂടുതലായിട്ട് ഓവർ അറ്റാച്ച്മെൻറ്റ് പലരോടും കാണിക്കുന്നു, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം പലരും പറയുന്നു. അപ്പോൾ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഷാനവാസാണ് അത് പറഞ്ഞതെന്ന് പറയുന്നു. ഇവിടെ അനീഷ് ഉപയോഗിച്ചൊരു വാക്ക് ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെ അങ്ങനെ തന്നെ ആയിരിക്കും ലാലേട്ടനും അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബെഡ്റൂമിലേക്ക് ഷാനവാസ് വരുന്നതും പിന്നീടാണ് ഈ വഴക്കിൻ്റെയൊക്കെ തുടക്കം അവിടെ ഉണ്ടാവുന്നതും. റിയാസ് പറയുന്നു, ആ ക്ലീനറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാൻ പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ മാനേജറായിട്ടുള്ള ലക്ഷ്മി വന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുമ്പോൾ, എനിക്കിവിടെ കുളിക്കുകയും ഫ്രഷ് ആവുകയും ബാത്റൂമിൽ പോകുന്നതും വേണ്ടേ, അതിനുശേഷം ഞാൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും, അതിന് മുമ്പ് ഇവിടെ അടിമപ്പണി എടുപ്പിക്കാൻ നോക്കിയാലും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നു. റിയാസ് പറയുന്നു, ഇവിടെ ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പിന്നെ നിങ്ങൾ ആര് പറഞ്ഞാലാ കേൾക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, എനിക്ക് ശമ്പളം തരുന്നത് ഗസ്റ്റ് അല്ല എന്ന്. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ഷാനവാസിനോട് പറയുന്നു, ഗസ്റ്റിനോട് അപമര്യാദയായിട്ട് പെരുമാറരുത് എന്ന്. അപ്പോൾ ഷാനവാസ് തിരിച്ച് ലക്ഷ്മിയോട് പറയുന്നു, ഇവിടെ റാഗിങ്ങും ടോർച്ചറിങ്ങും ഒന്നും നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ റിയാസ് ചോദിക്കുന്നു, റാഗിങ്ങോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എടുക്കാൻ വയ്യ എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, എനിക്ക് ഗസ്റ്റിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ അക്ബറും വന്നതെന്ന് സംസാരിക്കുമ്പോൾ ഷാനവാസ് പറയാം, ഇവിടെ GM-നെതിരെയും മാനേജ്മെൻറ്റിനെതിരെയും സമരം ചെയ്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് എന്നെ ന്യായം പറയുന്നതെന്ന് പറയുന്നു. അങ്ങനെ റിയാസും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഷാനവാസ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടുള്ള റെനയും മെഡിക്കൽ ഓഫീസറായിട്ടുള്ള നെവിനും കൂടെ ഗസ്റ്റായിട്ടുള്ള റിയാസിൻ്റെ അടുത്ത് പറയുന്നു, പൊട്ടിക്ക് സാറേ പൊട്ടിക്ക് എന്ന് പറഞ്ഞ് എരിവ് കയറ്റി വിട്ടിട്ട് റിയാസ് ഗസ്റ്റാണ് എന്നുള്ളത് മറന്നുപോയിട്ട് പ്രൊവോക്ഡായി പോയി ആ ബെഡ്റൂം മുഴുവനും ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരിയിട്ട് ആകെ വൃത്തികേടാക്കിയിടുന്നു. പിന്നീട് റിയാസ് രണ്ടാമത്തെ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറയുകയാണ്, ഇവിടെ ഗസ്റ്റിനോട് അപമര്യാദയായിട്ട് പെരുമാറിയത് നിങ്ങൾ കണ്ടില്ലേ, ഗസ്റ്റ് പറയുന്നത് കേൾക്കാൻ വയ്യാന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്. ഈ രണ്ടാമത്തെ ഒരു അസിസ്റ്റന്റ് മാനേജർ കൂടെ നിന്നിട്ട് ഇതുപോലെ വൃത്തികേട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കിന് ഈ മാനേജ്മെൻറ്റ് ഒന്നും പറയുന്നില്ലേ, മെഡിക്കൽ ഓഫീസറും കൂടെ ചേർന്നിട്ട് ആ ബെഡ്റൂം ഒക്കെ വൃത്തികേടാക്കി ഇടുന്ന സമയത്തും മാനേജ്മെൻറ്റ് ഒന്നും മിണ്ടുന്നില്ല, അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റിയാസ് പറയുന്നു, ലേറ്റായിട്ടേ പണിയെടുക്കാൻ പറ്റുമെന്നുള്ളെങ്കിൽ കൂടുതൽ പണിയെടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ വാഷ്റൂമിലേക്ക് പോയിട്ട് അവിടെ ഉപയോഗിച്ച് വേസ്റ്റ് ബിന്നിൽ ഇട്ട് വെച്ചിരുന്ന ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് വന്ന് ആ ഹോട്ടലിൻ്റെ ഫ്ലോറിൽ മുഴുവനും വെതറാണ്. സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് വീട്ടുകാരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന രീതിയിൽ പെർഫോം ചെയ്യേണ്ടുന്ന മെഡിക്കൽ ഓഫീസറായിട്ടുള്ള നെവിനാണ്. നെവിൻ ആ ഇതിൽ മുഴുവനും ഷാനവാസിനോടുള്ള വ്യക്തിവൈരാഗ്യം മുഴുവനും അവിടെ അത് തീർത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അനുമോളോട് പോയിട്ട് ഇങ്ങനെ അക്ബർ പറയുന്നുണ്ട്, ഷാനവാസിനോട് അത് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുന്നതിന് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത്, അയാൾ യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ, യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല എന്ന് അനുമോളും അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ട് വരികയാണ്. അപ്പം ആകെ മൊത്തം വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഇതല്ല, ഇതിനപ്പുറം വൃത്തികേടാക്കിയിട്ടാലും ഞങ്ങളത് ക്ലീൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ റിയാസ് എന്ന് പറയാം, പണിയെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ താൻ ആ സ്റ്റാർ ഊരി ഇവിടെ വെക്കണമെന്ന്. അപ്പം ഗസ്റ്റ് ആരാ അത് പറയാനായിട്ട്, ഇത് ഞാൻ
എടുത്ത പണീൻ്റെ കൂലിയായിട്ടാണ് തന്നിരിക്കുന്നത്, അത് പറയാനായിട്ട് ഗസ്റ്റ് ആരാണെന്ന് ചോദിക്കുന്നു. ഗസ്റ്റിൻ്റെ പണി എടുത്താൽ മതി, ഇവിടെ തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് നിൽക്കണ്ടെന്ന് പറയുന്നു. ഇവിടെ തൊഴിലാളി വിരുദ്ധത കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ ഷാനവാസ് അവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, അനീഷും ഷാനവാസും കൂടെ. അപ്പം ഇതിനിടയ്ക്ക് ആദില വന്ന് കയറിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആദിലേൻ്റെ അടുത്ത് പറയുന്നു, ഈ വൃത്തികേടിനെ സഹിച്ചില്ലേ എന്ന് പറയുന്നു. അത് കേട്ടപ്പോഴത്തേക്കിനും ആദില ആകെ ട്രിഗറായി. അനീഷിനെ ആ ജോലിയിൽ നിന്ന് മാറ്റിയിട്ട് ഷാനവാസിനെ കൊണ്ട് മാത്രം ആ ജോലി അവിടെ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ മൊത്തം ഷാനവാസ് ഒരു വിധത്തിൽ ഇങ്ങനെ തൂത്തുകൂട്ടി വയ്ക്കുമ്പോഴത്തേക്കിനും ആദിലയും റിയാസും കൂടെ അത് മുഴുവനും തട്ടി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് അത് തട്ടിത്തെറിപ്പിച്ചിടുന്നുണ്ട്. അതിൽ ഷാനവാസ് ആ ചൂല് വലിച്ചെറിഞ്ഞിട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഇതല്ല എന്ത് കാണിച്ചാലും ചെയ്യുമെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ആ ചൂലും കൊണ്ട് ഇങ്ങനെ എടുത്തിങ്ങനെ പതിയെ തൂത്തോണ്ട് നടക്കുക. ഇവിടെ മൊത്തം വേസ്റ്റുകളാണല്ലോ, ഇവിടെ മൊത്തം വൃത്തികേടാണ്, ഇതൊക്കെ മൊത്തം തൂത്ത് കളയണം, ഇന്നലെ കിളിർത്ത കൂണുകൾ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഷാനവാസ് റിയാസിനെ നീ പോടാന്നോ നിന്റെ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും റിയാസ് അത് വലിയ തെറി വിളിച്ചതുപോലെയൊക്കെ നിന്റെ ക്ലാസ് ഏതാ, നീ എവിടുന്നാ വരുന്നത്, നിന്റെ ഇത്തരത്തിലുള്ള വർത്താനമൊക്കെ നീ മറ്റുള്ളവരോട് കാണിച്ചാൽ മതി, എന്നോട് കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ അതേ റിയാസ് ഇത് ഷാനവാസ് ഇങ്ങനെ ഭയങ്കര മോശമായിട്ടാണ്, അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജ് ആണ് എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലൈൻറ്റ് ചെയ്ത് റിയാസ് ഒരിതും ഇല്ലാതെ അവിടെ ഇരുന്ന് എഫേർഡ് ഉപയോഗിച്ചു. അതിപ്പോൾ റിയാസിൻ്റെ സീസണിൽ കുറച്ച് സീനെങ്കിലും ഈ മ്യൂട്ട് ചെയ്ത് എഫേർഡ് ഉപയോഗിച്ച് അതൊക്കെ നമ്മൾ കണ്ടിരുന്നതല്ലേ. ആ റിയാസ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഭയങ്കര ഉപദേശിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് റിയാസ് തന്നെ അവിടെ ഇരുന്ന് എഫേർഡ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ റിയാസ് തന്നെ എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, എന്നെ ഇതുപോലെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് എന്നോട് പെരുമാറി കഴിഞ്ഞാൽ എന്തെങ്കിലും വിപ്ലവമൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ധാരണയാണെങ്കിൽ അത് വളരെ ചീപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം റിയാസിന് അറിയാം റിയാസിനോട് ഇത്തരത്തിൽ പെരുമാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിയാസിനോട് ഇത്തരത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് നല്ല സപ്പോർട്ട് കിട്ടുന്നൊരിതാണ്. അപ്പോൾ കാരണം റിയാസിനോട് അത്രയും ഹേറ്റുള്ള ആൾക്കാർ പുറത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ റിയാസ് അവിടെ ഗസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കിനും ഗസ്റ്റിൻ്റെ കാര്യം ചെയ്യണമായിരുന്നു, റിയാസിന് പ്രൊവോക്ക് ചെയ്യണം, ഒരു മര്യാദയിൽ നിന്നിട്ട് അത് പ്രൊവോക്ക് ചെയ്യായിരുന്നു. പക്ഷെ റിയാസും ഗസ്റ്റാണ് എന്നുള്ളത് മറന്നിട്ട് അവിടെ ഈ വൈരാഗ്യം തീർക്കുന്നത് പോലെ പെരുമാറിയിട്ട് അവരതിനെതിരെ റിയാക്ട് ചെയ്യരുതെന്ന് പറയുന്നതിനോട് അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതായാലും ഇവരുടെ ഈ വഴക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനേജറായിട്ടുള്ള ലക്ഷ്മി മീറ്റിംഗ് വിളിക്കുകയാണ് ലിവിംഗ് റൂമിൽ. അപ്പോൾ അനീഷ് പോയിട്ട് ഷാനവാസിൻ്റെ അടുത്തായിരിക്കണം. ആദിൽ എന്ത് ചെയ്തു, അനീഷിനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയിരുത്തുകയാണ്. അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് നിന്നെ ഒറ്റയ്ക്കിട്ടിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്, അപ്പം നീ അതിൽ വീഴരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കിനും റിയാസ് അനീഷിനെ നേരെ ചെല്ലുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന താൻ ഇത്രയും ഫിസിക്കൽ അഗ്രഷനും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടും അതിനെതിരെ ഒന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട്, ഷാനവാസ് ചെയ്തതിൽ ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. കാരണം അവിടെ വൃത്തികേട് കാണിച്ചിട്ടുള്ളത് മുഴുവനും വന്നിരിക്കുന്ന ഗസ്റ്റ് തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിയാസ് ചലഞ്ച് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അത് മാന്യമായിട്ട് തന്നെ അവിടെ ചലഞ്ച് ചെയ്യാം. പകരം റിയാസ് അവിടെ വന്നിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ ഉപദേശിച്ച് അവരുടെ ഇത് നശിപ്പിച്ചിട്ട് പോവുകയും വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം ഇവിടെ അഭിലാഷും നൂറയും കൂടെ വന്ന് സംസാരിക്കുകയാണ്. ഈ റൂളൊക്കെ ബ്രേക്ക് ചെയ്യാതെ കൃത്യമായിട്ട് റൂളൊക്കെ പാലിച്ച് പോയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നൊക്കെ അവരുടെ അഭിപ്രായത്തിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഭിലാഷ് ഇവിടെ പറയുന്നു, ഞങ്ങൾ ഈ ഹോട്ടലിൽ ജോലിക്ക് കയറിയതിന് ശേഷം ആദ്യത്തെ ദിവസം GM മാഡം ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാതെ ഞങ്ങൾ ചെയ്ത ജോലിക്ക് ആവശ്യത്തിനുള്ള ശമ്പളമൊന്നും തന്നിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം അങ്ങനെ ശമ്പളം കൊടുത്തു എന്നൊക്കെ പറയുന്നു. മാത്രമല്ല ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സെക്യൂരിറ്റിക്ക് വാരിക്കൊരു സ്റ്റാർ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പം അക്ബർ പറയുന്നുണ്ട്, അത് വന്ന ഗസ്റ്റിൻ്റെ അഭിപ്രായത്തിലാണ്, അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും സ്റ്റാർ കൊടുത്തതെന്നുള്ളത് ഉറപ്പാണ്. കാരണം വന്നിട്ടുള്ള ശോഭയ്ക്കായാലും റിയാസിനായാലും ജിസേലിനോട് കാണിച്ചിട്ടുള്ള ഫേവറിറ്റിസം എന്താണെന്നുള്ളത് വ്യക്തമാണ്. അപ്പം ജിസേലിന് ഉറപ്പായിട്ടും, അതാ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, ജിസേൽ ഇനി അവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലേലും ജിസേലിനുള്ള പരിഗണന അവിടെ കിട്ടിയിരിക്കും. അതേപോലെ നൂറ പറയുന്നു, ജിസേലിൻ്റെ തോക്കെടുത്ത് ഒളിപ്പിച്ച് വെച്ചത് നൂറയാണെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്നു. അതിൽ ജിസേൽ എഴുന്നേറ്റ് നിന്നിങ്ങനെ അതിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അഭിലാഷ് ഇരിക്കടി അവിടെ, നിന്നോട് ഇരിക്കടി അവിടെ, നീ അവിടെ ഇരിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിനും പിന്നീട് അതിനിടയ്ക്ക് ലക്ഷ്മി വന്ന് ഇടപെടുമ്പോൾ ലക്ഷ്മിനോട് ഞാൻ നിന്നോടാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ റിയാസ് അവിടെ ഇരുന്നിട്ട് ഈ നീയെന്നും ഇടാന്നും പൊടിയെന്നൊന്നും വിളിക്കല്ലേ, ഒക്കെ മോശമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അഭിലാഷ് പറയാണ്, അത് ഇങ്ങോട്ട് പെരുമാറുന്നത് പോലെ ഇരിക്കും അങ്ങോട്ടും പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എടി പൊടി നീ എന്നൊക്കെ വിളിച്ചെന്ന് വരും എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് അവിടെ ഇരുന്നുകൊണ്ട് കൈ കൊട്ടുന്നുണ്ട്. അതിനുശേഷം അഭിലാഷ് നൂറയൊക്കെ പറയുന്നു അവിടെ റൂൾസ് കറക്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട്
പാലിച്ച് ബാത്റൂം ഏരിയയൊക്കെ നന്നായിട്ട് ക്ലീനാക്കി സൂക്ഷിച്ചിട്ടുള്ളത് അനീഷാണെന്ന് പറയുന്നു. പിന്നെ ബിന്നിയും ഓണിയിലും സാബുമാനും അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള റൂളൊന്നും ബ്രേക്ക് ചെയ്യാതെ നന്നായിട്ട് തന്നെ അവിടെ വാഷ്റൂം ഏരിയ കൈകാര്യം ചെയ്തു എന്ന് ഇവർ രണ്ടുപേരും അഭിപ്രായപ്പെടുന്നു. പിന്നീട് റിയാസും ആര്യനും ആദിലയും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ റിയാസ് പറയുന്നു ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് കൊടുത്ത സ്റ്റാർ മുഴുവനും തിരിച്ച് മേടിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഷാനവാസ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും റിയാസ് പറയാണ് ഷാനവാസ് ഇത് ചീപ്പ് സീരിയൽ അല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ബിന്നി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസ് കാണിച്ചതിന് ഷാനവാസിനോട് പറയണം, പക്ഷേ സീരിയലിന് മൊത്തത്തിൽ അങ്ങനെ ചീപ്പ് സീരിയൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രൊഫഷനാണെന്ന് പറയുന്നു. അതിപ്പോൾ റിയാസിന് പിന്നെ അങ്ങനെ എന്ത് വേണേലും പറയാമല്ലോ, പറഞ്ഞു കഴിഞ്ഞാലോ ഒന്നും പ്രശ്നമല്ല. അപ്പോൾ റിയാസ് പറയുന്നു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ചീപ്പ് സീരിയൽസും ഉണ്ട്, പക്ഷേ നിങ്ങളുടെ പ്രൊഫഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് ഈ തൊഴിലാളികൾക്ക് സ്റ്റാർ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്താണ്. 3 സ്റ്റാറാണ് ആകെ ഉള്ളത്. അപ്പോൾ ഈ ലക്ഷ്മി, റിയാസ്, ആദില, ആര്യ ഇവരെല്ലാവരും കൂടിയാണ് വന്ന് നിൽക്കുന്നത്. അതിൽ ലക്ഷ്മി പറയുന്നു സ്റ്റാർ കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഷാനവാസിൻ്റെ 4 സ്റ്റാറും തിരിച്ചു വയ്ക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു ആരുടെ ഉത്തരവ് പ്രകാരം, ആര് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ GM പറഞ്ഞിട്ട് തനിക്ക് പിന്നെ ആര് പറഞ്ഞാലാണ് കേൾക്കേണ്ടതെന്നുള്ളത് റിയാസ് ചോദിക്കുമ്പോൾ പിന്നെ ഗസ്റ്റ് പറഞ്ഞാലാണോ കേൾക്കേണ്ടതെന്ന് ചോദിക്കുന്നു. മുതലാളി പറയാതെ മുകളിലുള്ള മുതലാളി പറയാതെ ഞാനത് ചെയ്യില്ല, മുതലാളി പറഞ്ഞ ഈ യൂണിഫോം ഊരി വയ്ക്കും, ഞാനിവിടെ സ്റ്റാർ ഊരി വയ്ക്കുമെന്ന് പറയുന്നു. ഷാനവാസ് സ്റ്റാർ അവിടെ ഊരി വയ്ക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുളിക്കാൻ പോവാണ്, എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് റിയാസ് അവിടെ എഴുന്നേറ്റ് പോകുന്നു. അപ്പം നെവിൻ വന്നിട്ട് ഷാനവാസിനെതിരെ സംസാരിക്കുമ്പോൾ ഷാനവാസ് പറയുന്നു ചെയ്ത വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന സമയത്ത് ചിലർക്ക് കുരു പൊട്ടു എന്ന് പറയുന്നു. ആരാടോ ഇവിടെ വൃത്തികേട് കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസും നെവിനും തമ്മിൽ പിന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഷാനവാസ് ഒരു വേർഡ് പറയുന്നത് ഈ ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മോശമാണ്. കാരണം ഷാനവാസിൻ്റെ ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, ചില സംസാര രീതികൾ ഷാനവാസിനത് ഇപ്പോൾ എത്ര പോസിറ്റീവ് ഇത് ഉണ്ടാക്കിയാലും അത് വലിയൊരു നെഗറ്റീവായിട്ട് തന്നെ ഷാനവാസിൻ്റെ ഒരു ഇതിൽ കിടക്കും എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ ഷാനവാസ് ശ്രമിക്കണമെന്നുള്ളതാണ്. കാരണം അത് വളരെ മോശമാണ്. ഒരാളെ അങ്ങനെയൊക്കെ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിനെതിരെ പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ അത് പറഞ്ഞപ്പോഴത്തേക്കിനും ഷാനവാസിനെതിരെ തിരിയുന്നു. അപ്പോൾ ഷാനവാസ് നെവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം. കൂടെ നടക്കുന്ന മേഡത്തിനോട് പറയാം, അതിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മേഡമല്ലേ ഇതിവിടെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നത്, ഞാനല്ലല്ലോ എന്ന്. കാരണം ആദിലയാണ് അതവിടെ അവതരിപ്പിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദിലയാണ് ഇവിടുത്തെ ഒന്നാമത്തെ തെറ്റുകാരി എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ ഷാനവാസിനെതിരെ വീട്ടുകാരെല്ലാവരും കൂടെ ഷാനവാസിനെതിരെ സംസാരിക്കുന്നു. ഇവിടെ വന്ന് മാപ്പ് പറയണം, ഇപ്പം തന്നെ ഇവിടെ മാപ്പ് പറയണം, ഞങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വേറെ അവിടെ ഇരിക്കുന്നു. അതിൽ ജിസേലും ആദിലൊക്കെ കൂടെ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഈ വഴക്കിങ്ങനെ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നു ഞാൻ കുറച്ച് സ്റ്റാറുകൾ തന്നിരുന്നു, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ എന്ന് ചോദിക്കുന്നു. അതിൽ ജിസേലിന് ഒരു സ്റ്റാർ കൊടുക്കുന്നു, അക്ബറിന് ഒരെണ്ണം കൊടുക്കുന്നു, നൂറയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നു. അപ്പോൾ അനീഷ് അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. അനീഷ് ചോദിക്കുന്നു എനിക്കും സ്റ്റാർ കിട്ടാൻ അർഹത ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ റിയാസ് പറയുന്നു അർഹത ഉണ്ടായിരുന്നു, പക്ഷെ തരാൻ സൗകര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ റിയാസ് പറയുന്നു പ്രതീക്ഷിക്കണമായിരുന്നു. റിയാസിൻ്റെ അവിടെ കറക്റ്റായിട്ടുള്ള ഫേവറേറ്റ്സ് ആണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതൊന്നും കൂടെ അനീഷ് ഇത്തരത്തിൽ ചോദിച്ചത് വഴി ഊട്ടി ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം പിന്നെ ഈ ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയിട്ടുള്ളത് ഷാനവാസിനും ജിസേലിനുമാണ്. അപ്പോൾ ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നു. അതിൽ വീട്ടുകാരെല്ലാവരും കൂടെ ഉറപ്പായിട്ടും ജിസേലിനെ തിരഞ്ഞെടുക്കുന്നു. ജിസേലിന് 2 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ പണിപ്പുരയിൽ പോയിട്ട് സ്വന്തം വസ്തുക്കൾ എടുക്കാം, രണ്ടാമത്തത് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാമെന്ന് പറയുന്നു. ജിസേൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവുള്ള സ്റ്റാറുകൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സാബുമാനും റെനയ്ക്കുമാണ്. ഓരോ സ്റ്റാർ വീതം ഇവരിൽ ഒരാളെ ജയിലിലേക്കും നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു. അതിൽ പിന്നെ എതിരഭിപ്രായമൊന്നുമില്ലായിരുന്നു. ഒറ്റ അഭിപ്രായം, എല്ലാവരും റെനേൻ്റെ പേര് പറയുന്നു. അങ്ങനെ റെന ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ റെനെ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള റീസൺ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദ്യം അനീഷ് വന്നിട്ട് അനീഷ് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കിനും എല്ലാവരും അല്ല അവിടെ ഇരിക്കുന്ന അക്ബർ, പ്രത്യേകിച്ച് ആര്യൻ, ബാക്കിയുള്ള എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കഥ പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നു ശരി എല്ലാവരും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പോയിന്റ് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാണ്. അനീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ജിസേൽ വന്ന് കുറച്ചധികം നേരം സംസാരിക്കുമ്പോൾ ഈ വന്നിരുന്ന ഗസ്റ്റിനും അത് പ്രശ്നമില്ല, അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അത് പ്രശ്നമില്ല. അത് ലൈവിൽ അനീഷ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ രണ്ടാമത്തെ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഈ ആദില, ആര്യൻ, ലക്ഷ്മി ഇവർ 3 പേരിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ പറയുന്നു. അതിൽ അക്ബറും ജിഷിനും ആര്യനെയും തിരഞ്ഞെടുത്തു. ബാക്കി എല്ലാവരും ആദിലേൻ്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ആദിലയും ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് ആദിലേനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
പിന്നീട് വന്ന ഗസ്റ്റായിട്ടുള്ള റിയാസിന് ഒരാളെ നേരിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. പിന്നെ റിയാസ് ഒണീലിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ജയിൽ നോമിനേഷനിലേക്ക് റെനയും ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് ജിസയിലും ആദിലയും ഒണീലുമാണ് ഉള്ളത്. അതിനുശേഷം ഈ റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നല്ലോ, ആര്യനെയും ജിസയിലിനെയും അനുമോളെയും കൂടെ സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കൈയിട്ട് ഇങ്ങനെ തോളത്ത് കൈയിട്ട് പോസ് ചെയ്യിപ്പിക്കുക, അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കുക, പിന്നെ 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാന്തുമ്പി പാടിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഈ 5 പേരെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളത് ആ ടാസ്ക് അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് വീട്ടുകാർക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട്. അത് നാളെ പറയാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പിന്നീട് വന്നിട്ടുള്ള റിയാസിന് അവിടുന്ന് പോകാൻ സമയമായി എന്ന് പറയുന്നു. അങ്ങനെ റിയാസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു സംസാരമാണ്. അപ്പോൾ ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസവഞ്ചന നീ കാണിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ ഫ്രണ്ട് ആവണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഈ ശനിയാഴ്ചയായിട്ട് ആയിരിക്കും തീരുമാനിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബിന്നിയും നെവിനും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ബിന്നി ഇവിടെ ഈ ആദില എടുത്തൊരു നിലപാടുണ്ടല്ലോ, ആദിലയാണല്ലോ ആദ്യം വന്നിട്ട് ഈ നെവിൻ്റെയൊക്കെ വിഷയം വന്ന് പറഞ്ഞത്. അപ്പോൾ അത് ബിന്നി അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നു, ഞാൻ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും ലാലേട്ടൻ്റെ മുമ്പിൽ, അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ലക്ഷ്മീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കേക്ക് എല്ലാവരും കൂടെ മുറിക്കുന്നു. പിന്നീട് ലക്ഷ്മീൻ്റെ വീട്ടിൽ നിന്ന് അറിയിച്ചിട്ടുള്ള വിഷസ് ലക്ഷ്മീനെ കാണിച്ചു കൊടുക്കുകയാണ്. അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.